ഇത് അന്ന് തന്നെ വെല്ലുവിളിച്ചെങ്കിലും ഞാൻ കുറേയൊക്കെ ചലഞ്ച് ചെയ്തുകൊണ്ട് നിന്നെങ്കിലും ഞാൻ ആ സമയത്ത് എടുത്ത ബ്ലഡ് എൻ്റെ MDMA ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ റിപ്പോർട്ടാണ് ഇത് ഞാൻ സെൽഫായിട്ട് എടുത്താണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇത് DDRCയിലാണ് ചെയ്തത്. ഇതിൻ്റെ ആക്സസ് നമ്പറും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ തരാം. ഇതിൻ്റെ ഭാഗമായിട്ട് പൊതുസമൂഹം വെല്ലുവിളിച്ചതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ വീട്ടിൽ റെയ്ഡുണ്ടായി. എക്സൈസ് കമ്മീഷണറുടെ റെയ്ഡാണെന്ന്. ആ റെയ്ഡിൽ ക്ലിയർ ചീട്ടാണ് എനിക്ക് തന്നേക്കുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് വ്യാജമൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ള ക്ലിയർ ചീട്ട് എന്നെ ഉൾപ്പെടെ പരിശോധിച്ച് ക്ലിയർ ചീട്ട് നൽകി. പക്ഷെ അവരുടെ ഭാഗത്തു നിന്ന് വേറെ റോങ് ആയിട്ടുള്ള ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അവരൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഇടപെട്ടിട്ട് പോയത്. ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് അവരുടെ അടുത്ത് കോപ്പറേറ്റ് ചെയ്തതും. പക്ഷേ ഇത്തരത്തിലൊരു കാര്യം സംഭവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആത്മാഭിമാന പ്രശ്നമുണ്ട്. നാളെയും ഒരാൾക്കെതിരെയും ഇതുപോലെ ഒരു വ്യാജ ആരോപണമോ അലിഗേഷനോ വരുമ്പോൾ ആരും പിന്മാറാതെ, പേടിച്ച് പിന്മാറാതെ അവരവരെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ്. 2.5 ആഴ്ചയായിട്ട് ഞാൻ എൻ്റെ ജോലികളൊന്നും ചെയ്യാൻ പറ്റാതെ ഞാൻ കോടതിയിലും കേസും കാര്യങ്ങളുമായിട്ട് നടക്കുകയാണ്. ജൂൺ 6-ാം തീയതി ഈ സജൻ എന്നെ ത്രെട്ടൻ ചെയ്തതായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതിൻ്റെ